അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി നൗഫലാണ്. ചന്ദ്രഗ്രഹണം നടക്കുന്ന സമയത്ത് ഒരു നിസ്കാരം മസ്ജിദുൽ ഹറമിലും മസ്ജിദുൽ നബവിയിലും നടക്കാറുണ്ട്. അപ്പോൾ എത്ര പേർക്ക് ഈ കാര്യങ്ങൾ അറിയുമെന്നുള്ളത് അറിയില്ല. എന്തായാലും ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇന്ന് അതായത് സെപ്റ്റംബർ 7-നാണ് ചന്ദ്രഗ്രഹണം നടക്കുന്നത്. ഇപ്പോൾ രാത്രി 9 മണിക്കാണ് മസ്ജിദുൽ ഹറമിലും മസ്ജിദുൽ നബവിയിലും നിസ്കാരം നടക്കുന്നത്. 2 റക്അത്ത് നിസ്കാരമാണ്, പ്രത്യേകതരം നിസ്കാരമാണ്. പലർക്കും ഇതിനെപ്പറ്റി അറിയുണ്ടാവില്ല. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ. അപ്പം ഇതിനെപ്പറ്റി അറിയാത്ത ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ ഇവിടെ ഹറമിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ കാര്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. കാരണം ഇന്ന് രാത്രിയാണ് നിസ്കാരം കേട്ടോ. അപ്പോൾ പങ്കെടുക്കുക. അത് പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ 2 റക്അത്ത് നിസ്കാരമാണ്, ദീർഘനേരം നീണ്ടു നിൽക്കുന്ന നിസ്കാരമാണ്. ആദ്യത്തെ റക്അത്തിൽ 2 ഫാത്തിഹയും വരും, 2 സൂറത്തും വരും. അതായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതി സൂറത്ത് ഓതിയതിന് ശേഷം റുക്കൂവിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് വീണ്ടും ഫാത്തിഹയും സൂറത്ത് ഓതും. എന്നിട്ട് വീണ്ടും റുക്കൂവിൽ പോയിട്ട് തിരിച്ചു വരും. എന്നിട്ട് സുജൂദിലേക്ക് പോയിട്ട് സുജൂദും ഇടയിലെ ഇരുത്തവും വീണ്ടും സുജൂദും അങ്ങനെ 2ാമത്തെ റക്അത്തിലേക്ക് വരും. അതുപോലെ തന്നെ 2ാമത്തെ റക്അത്തിലും ആദ്യത്തെ റക്അത്തിലും ഉണ്ടായ പോലെ തന്നെ ചെയ്യും. ഇങ്ങനെയാണ്. അപ്പോൾ ഈ 2 റക്അത്ത് എന്ന് പറയുന്നത് വളരെ നീണ്ടു നിൽക്കുന്ന, ഒരുപാട് നേരം ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു നിസ്കാരം കൂടിയാണ്. അതുപോലെ തന്നെ ഒരുപാട് നേരം നീണ്ടു നിൽക്കുന്ന റുക്കുവും സുജൂദും ഇടയിലെ ഇരുത്തവും ഒക്കെയാണ് ഈ ഒരു നിസ്കാരത്തിന്റെ പ്രത്യേകത. അപ്പോൾ ഈ ഒരു സലാത്തുൽ കുസൂഫ് എന്ന് പറയുന്ന ഈ ഒരു നിസ്കാരത്തിൽ പങ്കെടുക്കാൻ ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി 9 മണിക്ക് മസ്ജിദുൽ ഹറമിലും മസ്ജിദുൽ നബവിയിലും നിസ്കാരം നടക്കട്ടോ. അപ്പോൾ അറിയാത്ത ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിസ്കാരത്തിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.